തെത്സുക്കോ കുറോയാനഗി എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ ടോട്ടോച്ചാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, അത് ഒരു കഥ ഉണ്ട്. എല്ലാവരും വായിച്ചിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ ലൈഫ് ലോങ് ഒരുപാട് തവണ വായിച്ചിട്ടില്ല ഒരു കഥയാണിത്. അതായത് ഏകദേശം 100-200ൻ്റെ അടുത്ത് തവണകളായിട്ട് ഞാൻ ആ പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ആരും കേൾക്കാത്ത ഒരു കഥയാണ്, അതിൽ തന്നെ ഉള്ളൊരു കഥയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2004 ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടി ജനിക്കണ സമയം വരെ അവന് കേട്ടുകൊണ്ടിരിക്കണം. 1ാം ക്ലാസ്സിൽ എത്തിയപ്പോഴും 2ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്തൊക്കെ അവനിങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ പോവുകയാണ്. കൂടുതൽ ആളുകളൊക്കെ തളർത്തിക്കൊണ്ടിരിക്കണ ഒരു സമയമാണ്. അങ്ങനെ 1ാം ക്ലാസ്സിൽ പഠിക്കണ ഭയങ്കര വികൃതിയാണല്ലോ. ടോട്ടോച്ചാൻ വായിച്ച ആളുകൾക്കറിയാം ആ കഥയിൽ മുഴുവൻ സമയങ്ങളും വികൃതിക്കുട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ ആ കുട്ടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൻ്റെ മുമ്പിലേക്ക് ഒരു അധ്യാപകൻ എത്തുകയാണ്. ആ അധ്യാപകന് അവൻ്റെ മുമ്പിലേക്ക് എത്തിയിട്ട് പറയാണ്, മോനെ നിന്നെക്കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറ്റും കേട്ടോ. നീ പറയുമ്പോൾ 1ാം ക്ലാസ്സിലാണ്, ചെറിയ കുട്ടിയാണ്, പക്ഷെ നിന്നെക്കൊണ്ട് കഴിയിട്ടോന്ന് ആദ്യമായിട്ട് ആ കുട്ടി കേൾക്കുകയാണ്. അവിടെ നിന്ന് ആ വിദ്യാർത്ഥി മുന്നോട്ട് സഞ്ചരിക്കും തോറും അവൻ്റെ മുന്നോട്ടുള്ള പാതകൾ അവന് സ്വപ്നങ്ങളായിട്ട് അവനിങ്ങനെ കാണുകയാണ്. ഞാൻ ഇന്ന ഭാഗങ്ങളിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പം ഒരുപാട് സ്വപ്നങ്ങൾ ബിൽഡ് ചെയ്യണം, എൻ്റെ ആഗ്രഹം ഇന്നതായിരിക്കണം എന്ന് ആ കുട്ടി ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അവൻ വളർന്ന് ഒരുപാട് വളർന്ന് വലുതായ സമയത്ത് ആ കുട്ടി പെട്ടെന്നൊരു വിഷൻ കണ്ടു. എൻ്റെ മുമ്പിലുള്ള വിഷൻ എന്ന് പറയുന്നത്, ഞാൻ ഇത്രയും കാലം എന്നെ തളർത്തിയ ആളുകൾക്ക് മുമ്പിലൂടെ ഞാൻ നടന്ന് അവർക്ക് മുമ്പിലൂടെ എൻ്റെ വലിയ ആഗ്രഹം ഞാൻ നിറവേറ്റും എന്നുള്ളതാണ്. അന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ വിദ്യാർത്ഥി ഇങ്ങനെ ആലോചിക്കുകയാണ്. അന്ന് ഒരു കഥയിൽ ആ വിദ്യാർത്ഥി ഇങ്ങനെ നടന്നു പോണ സമയത്ത് എല്ലാ പീരീഡുകളും ആ കുട്ടി ക്ലാസ്സിൻ്റെ പുറത്തായിരിക്കും. എല്ലാ പീരീഡും ആ കുട്ടി പുറത്തായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ അവനെ കാണുന്നത് ഇവന് കേവലം ഒരു വിദ്യാർത്ഥിയല്ല, അവനെന്തൊക്കെയോ മെൻ്റലി പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയാണ് ബാക്കിയുള്ള ആളുകൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ദിവസം അവൻ്റെ വീട്ടിലേക്ക് പോകുമ്പം അവൻ്റെ ഉമ്മ അവനെങ്ങനെ കുളിപ്പിക്കണ സമയത്ത് ആ ഉമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ നിൻ്റെ ഈ കാലിൻ്റെ ഈ ഭാഗത്ത് എന്താ ഒരു ചെറിയ പാടുണ്ടല്ലോ. അപ്പം ഉമ്മാക്ക് എന്തൊക്കെയോ ഒരു കൗതുകം തോന്നി. പിറ്റേ ദിവസം ആ ഉമ്മ അവൻ്റെ കൂടെ ആ സ്കൂളിലേക്ക് പോയി. ആ സ്കൂളിൽ പോയിട്ട് ആ അധ്യാപകനോട് ചോദിച്ചു. ആ അധ്യാപകൻ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചു. നിങ്ങളെ കുട്ടി ഉണ്ടല്ലോ എല്ലാ ദിവസവും പുറത്താണ്, പക്ഷേ ആ കുട്ടി കുളിക്കണ ആ സമയത്ത് ഉമ്മാനോട് പറഞ്ഞൊരു സംഭവമുണ്ട്, ഉമ്മ ഞാനൊരു ഒരു പക്ഷിയെ കണ്ടു കേട്ടോ. ആ പക്ഷി വളരെ മനോഹരമായിട്ടുള്ള പക്ഷിയാണ്. അവിടുന്നാണ് ആ ഉമ്മക്ക് കൗതുകം ഉണ്ടാവണം, ആ അമ്മക്ക് കൗതുകം ഉണ്ടാവണത്. ആ അമ്മ ആ സ്കൂളിൽ വന്നിട്ട് അധ്യാപകനോട് ചോദിച്ചു, എൻ്റെ കുട്ടീനെ എന്തിനാണ് നിങ്ങൾ ഇത്രയും ദിവസങ്ങളും ഇത്രയും മാസങ്ങളും ആഴ്ചകളൊക്കെ കഴിഞ്ഞിട്ടും 1 വർഷമായിട്ടും നിങ്ങൾ എന്തിനാണ് എൻ്റെ കുട്ടീനെ എല്ലാ പീരീഡും പുറത്ത് നിർത്തുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ ഉമ്മനോട് ആ അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം, നിങ്ങളെ കുട്ടി ഭയങ്കര വികൃതിയാണ്, മുതിർന്ന കുട്ടികളെപ്പോലും അവൻ ഉപദ്രവിക്കുകയാണ്, അധ്യാപകരെ ഉപദ്രവിക്കുകയാണ്. അന്ന് ആ അധ്യാപകൻ്റെ മുമ്പിൽ ആ ഉമ്മ പോയി ചില കാര്യങ്ങൾ അവതരിപ്പിച്ചു. എൻ്റെ കുട്ടി ഉണ്ടല്ലോ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും യുണീക്കായിട്ടുള്ള, നമ്മൾ ഈ പ്രോഗ്രാം പോലെ യുണീക്കായിട്ടുള്ളൊരു കുട്ടിയാണ് എൻ്റെ മകൻ എന്ന് പറഞ്ഞു. അന്ന് മുതൽ ആ അധ്യാപകന് ആ കുട്ടീനെ അങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആ കുട്ടീൻ്റെ കയ്യിലൊരു പുസ്തകം കൊടുത്തു. ആ പുസ്തകത്തിൻ്റെ പേരാണ് തെത്സുക്കോ കുറോയാനഗി എഴുതിയ ടോട്ടോച്ചാൻ എന്നുള്ള പുസ്തകം. ആ വിദ്യാർത്ഥിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അത്രമാത്രം പിന്നെ അങ്ങോട്ടുള്ള പാതകൾ ഞാനിപ്പോൾ ഇവിടെ